ഹലോ. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ, പൂള, മധുരക്കിഴങ്ങ്, ഇതൊക്കെ ഇവിടുത്തെ മാളിൽ കിട്ടും. പക്ഷേ നാട്ടിലത്തെ അത്ര പോരല്ലോ. നാട്ടിലത്തേനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ. പിന്നെ മന്തി മസാല, ചിക്കൻ മസാലൻ്റെ ഒക്കെ അതൊക്കെ ഇവിടെ ഉണ്ടാവും. മന്തി മസാല ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മസാലക്കൊക്കെ വേറൊരു ടേസ്റ്റാണ്. നമുക്കൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ ഇത് സംഭവം ചെമ്മീനും ബീഫൊക്കെ പാക്കാക്കിയതല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. പാക്കാക്കിയിട്ട് ഇന്നലെ കൊണ്ടുവന്നിട്ട് കുറേ നേരമായില്ല. അത് പൊരിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. അപ്പോൾ മാഗി ക്യൂബിനൊക്കെ പോയാൽ എനിക്ക് കിട്ടലില്ല, എപ്പോഴേലൊക്കെ കിട്ടലുള്ളൂ. മന്തി മസാല അവിടെ ഉണ്ടാവലില്ല. മന്തി മസാല പൊടിച്ചെടുക്കേണ്ടി വരും. അപ്പം ഇനി രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് കുറച്ച് പിന്നെ എനിക്ക് എന്തെങ്കിലും കറി വേണ്ട. അപ്പോൾ അതിനുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവപ്പിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി മുരിങ്ങാക്കായോ പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ. അപ്പോൾ അതൊക്കെ ഈ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലേ, മഞ്ഞൾപ്പൊടി വെറും കളറ് മാത്രമാണ്. മഞ്ഞൾപ്പൊടി ഞാൻ വാങ്ങിയില്ലായിരുന്നു, മറന്നു. മഞ്ഞൾപ്പൊടി ഇവിടുത്തത് ശരിയില്ല. അപ്പോൾ അത് ചോറ് തിളച്ചു തുടങ്ങി. ഈ അരി ഉണ്ടില്ല, കൈമ അരിൻ്റെ പോലെ, നാട്ടിലത്തെ ബിരിയാണി അരിൻ്റെ പോലത്തെ ഒരു അരിയാണ്. ചെറിയൊരരി, പെട്ടെന്ന് വേവും ചെയ്യേ. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, പെണ്ണിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ, ആയിരം കണ്ണുമായി കാത്തിരുന്നു പറന്നകന്നൊരു പൈകിളി മലർത്തേങ്കിളി. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ ഇങ്ങനെ കണ്ടുപോയി. വേസ്റ്റ് തോടെ കിടക്കുന്നു, കൊണ്ടുപോയിട്ടിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്